ഇന്ന് പുള്ളി ചെക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ എക്സാക്ട് അതേ പേരിൽ മാർക്കറ്റിൽ ഒരു പെർഫ്യൂമിന്റെ തന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഒരു ക്ലയന്റ് വിളിച്ച് പുള്ളി ഒരു പെർഫ്യൂം കാറ്റഗറി ഓഫ് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അയാൾ ഓൾറെഡി അയാളെ ബ്രാൻഡിന് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. ബട്ട് ഇന്ന് പുള്ളി ചെക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ എക്സാക്ട് അതേ പേരിൽ മാർക്കറ്റിൽ ഒരു പെർഫ്യൂമിന്റെ തന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവര് ബിസിനസ് ചെയ്യുന്നത് എറണാകുളം ബേസ് ചെയ്തിട്ടാണ്. ഈ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത് മലപ്പുറം ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടിനെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്പം രണ്ടാമത്തെ വ്യക്തിയും പറഞ്ഞത് അയാളും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു ലീഗൽ ഏരിയ അറിയാൻ വേണ്ടിയിട്ടാണ് ക്ലയന്റ് കോൾ ചെയ്തത്. നിങ്ങളൊരു പെർഫ്യൂം ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ സെൽ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിളിന് ക്ലോത്തിങ് അല്ലെങ്കിൽ പെർഫ്യൂം, ഇങ്ങനത്തെ എന്ത് കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിലും 1 to 34 വരെയുള്ള ക്ലാസ്സുകളിൽ ഇപ്പൊ പെർഫ്യൂം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലാസ് 3 ആയിരിക്കും. ക്ലോത്തിങ് ആണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലാസ് 25 ആയിരിക്കും. ഈ 2 ക്ലാസ്സസിലും നിങ്ങളുടെ പ്രൊഡക്റ്റിന് മാത്രമാണ് പ്രൊട്ടക്ഷൻ തരുന്നത്. അതേ സമയത്ത് ഇതേ പ്രൊഡക്റ്റിന്റെ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റ്, ഓൺലൈൻ സ്റ്റോർ, ഇതൊക്കെ ഹോൾസെയിൽ ഔട്ട്ലെറ്റ്, ഇങ്ങനത്തതൊക്കെ ട്രേഡ് മാർക്കിൽ വരുന്നത് ക്ലാസ് 35-ലാണ്. അപ്പം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകാര് നിങ്ങളെ ഇപ്പം പ്രസന്റ്ലി നിങ്ങൾ ട്രേഡ് മാർക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രൊഡക്റ്റിനാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 1 മുതൽ 34 വരെയുള്ള ക്ലാസ്സുകളിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തെന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റിനായിരിക്കും. നിങ്ങൾക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റ്, ഹോൾസെയിൽ ഷോപ്പ് അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ഒക്കെ നിങ്ങൾ ഇതേ സെയിം ബ്രാൻഡിൽ ഇതേ സെയിം പേരിൽ ചെയ്യുന്നുണ്ട്. ആ ഏരിയയിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് 35-ൽ കൂടെ നിങ്ങളെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യണം.